സംസ്ഥാനത്ത് കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ സീസണിൽ സംഭരിച്ച നെല്ലിന്റെ വിലയിൽ 500 കോടി രൂപ ഇപ്പോഴും കുടിശ്ശിക. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പണം തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് ബാങ്കുകൾ കർഷകർക്ക് പണം നൽകുന്നില്ല. ഉൽപാദനക്കുറവ് മൂലം വൻ നഷ്ടം നേരിടുന്നതിനിടയിൽ സംഭരണ വിലയും കിട്ടാതായതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. സംഭരണ വിലയുടെ കുടിശ്ശിക നൽകാത്തതിനെതിരെ നെൽകർഷകർ ഇന്ന് നിരാഹാര സമരം നടത്തും. 2023-24 വർഷത്തെ പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരിച്ചതിന്റെ പണമാണ് ഇനിയും കൊടുത്തു തീർക്കാനുള്ളത്. പുഞ്ചകൃഷിയിൽ 1500 കോടി രൂപയുടെ നെല്ലാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഭരിച്ചത്. ഇതിൽ 500 കോടി രൂപ ഇനിയും കുടിശ്ശികയായി കിടക്കുന്നു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വായ്പാ തിരിച്ചടവ് മുടക്കിയത് മൂലം ബാങ്കുകൾ കർഷകർക്ക് പാടി റസീറ്റ് സ്കീം പ്രകാരം പണം നൽകാൻ തയ്യാറാകുന്നില്ല. കൃഷിമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടും പണം അനുവദിക്കുന്നില്ല. കഴിഞ്ഞ വർഷം 2070 കോടി രൂപയുടെ നെല്ലാണ് നെൽകർഷകർ ഉൽപ്പാദിപ്പിച്ചത്. അത് വെച്ച് ഇപ്രാവശ്യം 1500 കോടി രൂപയുടെ നെല്ല് മാത്രമാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടും ഞങ്ങൾക്ക് 500 കോടി രൂപയോളം ഇനിയും തരുവാൻ കിടക്കുകയാണ്. പണം കിട്ടാത്തത് ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു. കൃഷിമന്ത്രിയെ വരെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. സംഭരണ വില കുടിശ്ശികയായതിനു പുറമെ പമ്പിംഗ് സബ്സിഡി, റോയൽറ്റി, പ്രൊഡക്ഷൻ ബോണസ് തുടങ്ങിയ ആനുകൂല്യങ്ങളും കുടിശ്ശികയാണ്. നെല്ലുൽപാദിപ്പിക്കുന്ന കർഷകരെ സർക്കാർ അധികപ്പറ്റായാണ് കാണുന്നതെന്ന് കർഷകർ പരാതിപ്പെടുന്നു. കേരളത്തിനെ അന്നമൂട്ടുന്ന നെൽകർഷകർ ഇന്നിവിടെ അധികപ്പറ്റായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് കാണുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി നടത്തിയ ആ പരാമർശം. സംസ്ഥാന ഗവൺമെന്റ് നെൽകൃഷി ഇനി ഇവിടെ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. യാതൊരു രീതിയിലുള്ള സബ്സിഡികളും ഞങ്ങൾക്ക് തരുന്നില്ല. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കുടിശ്ശിക നൽകുന്നതിന് തടസ്സമായതെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം. സർക്കാർ സപ്ലൈകോയ്ക്ക് പണം നൽകിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. റിപ്പോർട്ടർ ആർ ശ്രീജിത്തിന്റെ റിപ്പോർട്ടർ ആലപ്പുഴ. നമുക്കൊപ്പം ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. പക്ഷേ കർഷകർക്ക് അത്ര നല്ല ഗുഡ് മോർണിംഗ് അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 500 കോടി രൂപ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് സിവിൽ സപ്ലൈസ്. പലതരത്തിലും ഈ സംഭരണ തുക നൽകാത്തത് കർഷകർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഉൽപ്പാദനത്തിൻ്റെ ചിലവേറുന്നു, ഉൽപ്പാദനം നടക്കുന്നില്ല, ഉൽപ്പാദനത്തിലെ കുറവ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഒപ്പം കർഷകർ ഈ പറയുന്ന വായ്പ കൊടുക്കാത്തതും ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നു. എന്താണ് കർഷകർ പറയുന്നത്? അവർ ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെയാണ് ഇനി പോകാൻ പോകുന്നത്? ഇന്നത്തേത് ഒരു പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം മാത്രമാണോ ശ്രീജിത്ത്? അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ സൂചിപ്പിച്ച പോലെ കർഷകർക്ക് അത്ര നല്ല പ്രഭാതമല്ല, നല്ല കാലവുമല്ല. ഈ കഴിഞ്ഞ ഏപ്രിൽ അവസാനിച്ച കൊയ്ത്ത് സീസണിലെ നെല്ല് സംഭരിച്ച വകയിലാണ് 500 കോടി രൂപ കൊടുക്കാനുള്ളത്. മൊത്തം 1500 കോടിയോളം രൂപയുടെ നെല്ലാണ് സപ്ലൈകോ വഴി സ്വകാര്യ മില്ലുകൾ സംഭരിച്ചിരിക്കുന്നത്. ഈ സംഭരിച്ച നെല്ലിന്റെ പണമാണ് ഇനിയും പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിയാത്തത്. ഉഷ്ണതരംഗം മൂലം ഇത്തവണ സംസ്ഥാനത്തെ നെല്ലുൽപാദനത്തിൽ വലിയ തോതിൽ ഇടിവുണ്ടായിട്ടുണ്ട്. 17.55 കോടി കിലോഗ്രാം നെല്ലിന്റെ ഉൽപാദനക്കുറവാണ് ഇത്തവണ ഉണ്ടായത്. കഴിഞ്ഞ തവണ 2000 കോടി രൂപയ്ക്കാണ് നെല്ല് സംഭരിച്ചെങ്കിൽ ഇത്തവണ 1500 ആയപ്പോൾ തന്നെ 500 കോടിയുടെ വിലയുള്ള നെല്ലിന്റെ ഉൽപാദനം തന്നെ കുറഞ്ഞു എന്ന കാര്യം വ്യക്തമാണ്. അങ്ങനെ ഉൽപാദനക്കുറവും മറ്റും മൂലം കർഷകർ വലിയ ബുദ്ധിമുട്ട് നേരിടുമ്പോഴാണ് സംഭരിച്ച നെല്ലിന്റെ പണം ഇനിയും കൊടുത്തു തീർക്കാൻ കഴിയാത്തത്. മാത്രമല്ല, ഈ PRS വായ്പ, പാടി റസീറ്റ് സ്കീം പ്രകാരമാണ് ഒരുതരം വായ്പയായിട്ടാണ് ഈ കർഷകർക്ക് സംഭരണ വില നൽകുന്നത്. ബാങ്കുകളാണ് പ്രധാനമായി ഈ SBI പോലുള്ള ബാങ്കുകൾ വഴിയാണ് കർഷകർക്ക് ഈ പണം ലഭിക്കുന്നത്. എന്നാൽ സപ്ലൈകോ വലിയ തോതിൽ വായ്പ എടുത്തിട്ട് തിരിച്ചടവ് നടത്താത്തത് മൂലം ഇനിയും PRS റസീറ്റ് പ്രകാരമുള്ള വായ്പ കൊടുക്കാൻ കഴിയില്ല, ഈ പണം കൊടുക്കാൻ കഴിയില്ല എന്നാണ് SBI അടക്കമുള്ള ബാങ്കുകൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതുകൊണ്ടാണ് കർഷകർക്ക് ഈ പണം കിട്ടാത്തത്. സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഈ പ്രശ്നമെന്നാണ് ഭക്ഷ്യവകുപ്പും കൃഷിമന്ത്രിയും അടക്കം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കാർക്കും കൃത്യമായൊരു മറുപടിയില്ല. കാരണം സംസ്ഥാന സർക്കാർ സപ്ലൈകോയ്ക്ക് പണം നൽകണം, സപ്ലൈകോ ബാങ്കുകൾക്ക് തിരിച്ചടയ്ക്കണം. എന്നാൽ മാത്രമേ വീണ്ടും ഈ PRS പ്രകാരമുള്ള സംഭരണ വില നൽകാൻ ഈ ബാങ്കുകൾ തയ്യാറാകുന്നുള്ളൂ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കഴിഞ്ഞ സീസണിൽ, അതായത് 2022-23 സീസണിലും സമാനമായി നെൽകർഷകർക്ക് സംഭരണ വില നൽകാത്തത് വലിയ വിഷയമായിരുന്നു. തകഴിയിൽ ഒരു PRS വായ്പ ലഭിക്കാത്തത് തുടർന്ന് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തിരുന്നു കുന്നുമയിൽ. അത് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും വരുന്നത് എന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരിയിൽ SBI അഗ്രികൾച്ചറൽ ബാങ്കിന്റെ ശാഖയ്ക്ക് മുന്നിലുള്ള നിരാഹാര സമരം നടക്കാൻ പോകുന്നത്. ശ്രീജിത്ത്, ഒരു പ്രേക്ഷകൻ മുഹമ്മദ് KP പറയുന്നു, ഡോക്ടർ അരുൺ 3-4 മാസമായി തേങ്ങയുടെ സംഭരണ വിലയും അക്കൗണ്ടിൽ എത്തിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ തേങ്ങയുടെ സംഭരണ വിലയും അക്കൗണ്ടിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ഗുരുതരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർഷകരെ തെരുവിലാക്കരുത് എന്ന് ഷനൂഫ് പറയുന്നു. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാകും എന്നാണ് പ്രതികരിക്കുന്നത്. സർക്കാർ ലോക കേരള സഭ നടത്തട്ടെ, പാവപ്പെട്ട കർഷകന് നഷ്ടം സംഭവിച്ചു, അവരും നഷ്ടപ്പെടട്ടെ എന്നതാണോ സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറയുന്നു. ഈ PRS വായ്പ കൊടുക്കാത്തത് കർഷകരെ സംബന്ധിച്ച് ആശങ്കയിലാക്കുന്ന ചെറിയ കാര്യമല്ല. 500 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്.
ആണല്ലോ. അതായത് ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സമയത്ത് ഈ കർഷകർ നേരിട്ട ബുദ്ധിമുട്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തതായിരിക്കും. അപ്പോൾ ഈ കർഷകർ പറയുന്നത് അവരൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇനി പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണോ ശ്രീജിത്ത്? നെൽകർഷക സംരക്ഷണ സമിതി എന്ന രാഷ്ട്രീയതരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. നെൽകർഷകരുടെ മൊത്തം കൂട്ടായ്മ. ഇപ്പോൾ കുട്ടനാട്, അപ്പർ കുട്ടനാട്, കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, കർഷകരാണ് ഈ കൂട്ടായ്മയിലുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ 10 മണിക്ക് ചങ്ങനാശ്ശേരി പെരുന്നയിലെ SBIയുടെ അഗ്രികൾച്ചറൽ ശാഖയ്ക്ക് മുന്നിൽ നിരാഹാര സമരം, ഏകദിന സമരം നടത്തുന്നത്. ഈ സമരത്തിന്റെ വിജയിച്ചില്ലെങ്കിൽ മറ്റ് ശക്തമായ സമരപരിപാടിയിലേക്ക് കടക്കുമെന്നാണ് കർഷകർ ചൂണ്ടി കാണിക്കുന്നത്. മാത്രമല്ല, നേരത്തെ അരുൺ പറഞ്ഞ പോലെ കോളേജ് തുറന്നു, സ്കൂളുകൾ തുറന്നു, കർഷകർക്കും അവരുടെ കുടുംബമുണ്ട്, അവരുടെ കുട്ടികളെ പുലർത്തണം. അത്തരത്തിലുള്ള നിരവധി ആവശ്യങ്ങൾക്കിടയിലാണ് ഈ പണം ലഭിക്കാത്തത്. മാത്രമല്ല, ഇത്തവണ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള ഉൽപ്പാദനക്കുറവാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഉൽപ്പാദനം ലഭിച്ചെങ്കിൽ ഇത്തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 17.55 കോടി കിലോഗ്രാം നെല്ലിന്റെ ഉൽപ്പാദനക്കുറവാണ് ഉണ്ടായത്. 2022-23 2000 കോടി രൂപയുടെ നെല്ല് സംഭരിച്ചെങ്കിൽ ഇത്തവണ 1500 കോടിയായി കുറഞ്ഞു. അപ്പോൾ തന്നെ ഈ നെല്ലിന്റെ ഉൽപ്പാദനത്തിലെ കുറവ് എത്രയാണെന്ന കാര്യം, നമുക്ക് അതിന്റെ വോളിയം എത്രയാണെന്ന കാര്യം വരും. അപ്പോൾ വലിയ തോതിൽ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കർഷകർ. അപ്പോഴാണ് ഈ സംഭരിച്ച നെല്ലിന് പണം പോലും നൽകാതെ സർക്കാർ ഈ കർഷകരെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത്. ഇത് തീർച്ചയായും കർഷകർക്കും കാർഷിക മേഖലയ്ക്കും സർക്കാർ നൽകുന്ന പരിഗണന വളരെ മോശമാണ് എന്നതിന്റെ സൂചനയായിട്ടാണ് കർഷകർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ശക്തമായ സമരപരിപാടികളിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുന്നത്. കൃഷിമന്ത്രി ഈ നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതാക്കൾ ജൂൺ 7 ഈ മാസം 7 ചേർത്തലയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കണ്ടിരുന്നു. 3 മണിക്കൂർ മന്ത്രി ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു. എന്നാൽ മന്ത്രി ഇക്കാര്യത്തിൽ നിസ്സഹായനാണ്. സർക്കാരിന് പണമില്ല. ഭക്ഷ്യവകുപ്പിന് ധനവകുപ്പ് പണം നൽകിയാൽ മാത്രമേ സപ്ലൈകോയ്ക്ക് സഹായിക്കാൻ കഴിയൂ. സപ്ലൈകോ ഈ പണം ബാങ്കുകൾക്ക് തിരിച്ചടച്ചാൽ മാത്രമേ PRS സ്കീം പ്രകാരം കർഷകർക്ക് ഈ സംഭരിച്ച നെല്ലിന്റെ തുക നൽകാൻ ബാങ്കുകൾ തയ്യാറാകൂ. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പ്രതിസന്ധി കർഷകർക്കുണ്ടാകാൻ കാരണം. ഓക്കെ, ശ്രീജിത്ത് തുടരണം. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, കേന്ദ്രത്തിൽ നിന്നും എത്ര കിട്ടാൻ ഉണ്ട് എന്നതുകൂടി പറയാമോ എന്ന് രവി ഭാസ്കരൻ പറയുന്നു. ശ്രീ രവി ഭാസ്കരൻ, 26 രൂപ 30 പൈസയാണല്ലോ ഈ നെല്ലിന്റെ താങ്ങുവില. അതിൽ 17 രൂപ 30 പൈസയോ മറ്റോ ആണ് കേന്ദ്രം കൊടുക്കുന്നത്. ബാക്കി 9 രൂപയാണ് സംസ്ഥാനത്തിൻ്റെത്. അപ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലതാനും. ഇത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരളത്തിലാണ്, നെല്ലിന് താങ്ങുവില കൊടുക്കുന്നതും. പക്ഷേ അത് കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിൽ എത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ടും പ്രയോജനമില്ലല്ലോ. പ്രത്യേകിച്ച് കർഷകർക്ക് ആ പണം ആവശ്യമുള്ള സമയത്ത് കിട്ടണം. ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തതുപോലെ ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടാവുന്നു. അപ്പോൾ വലിയതായിട്ട് വിളയിൽ നിന്ന് കാര്യമായിട്ട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളെ സ്കൂളിൽ വിടണം, മറ്റ് മഴ വരുന്നു, വീടൊക്കെ ഒന്ന് ഒരുക്കണം. ഈ സമയമാകുമ്പോഴേക്കും, അടുത്ത വിളവിറക്കേണ്ട സമയമാകുമ്പോഴേക്കും ഈ പണം കിട്ടണമല്ലോ. മാസങ്ങളായുള്ള കാത്തിരിപ്പാണ്. അതാണ് ആശങ്കയിലാഴ്ത്തുന്നത് കർഷകരെ. ഇനി ശ്രീജിത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. വളരെ